സോ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമ്മളെ അസൈൻമെൻറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ടു ഫേസ് മെത്തേഡും ബിഗ് മെത്തേഡും വെച്ച് സോൾവ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ് ആണ് കാര്യമായിട്ട്. പിന്നെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ ഒരു എന്താ പറയുക യുണീക്നെസ്സിൻ്റെ ഒരു പ്രോബ്ലം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ നോട്ട്സ് ഞാൻ എന്തായാലും ഈ ക്ലാസ്സിൻ്റെ കൂടെ ഗ്രൂപ്പിലിടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, ആ നോട്ട്സ് കൂടി നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ക്ലിയർ ആവും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ പ്രോബ്ലം. ഇതൊരു പ്രോബ്ലം ആയിരുന്നു, എനിക്കൊന്ന് 6th ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ തന്നിരുന്നത്. ഇതിലൊരു മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളടുത്ത് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പം കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു, കാരണം നിങ്ങൾക്ക് ഏകദേശം അറിയാം. പക്ഷേ ഇത് ഒരുപാട് സോൾവ് ചെയ്തിട്ട് ഇത് ഒരു ആൻസറിലേക്ക് എത്തുന്നില്ല. പലർക്കും പല ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ടു ഫേസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഇനീക്വാളിറ്റീസ് എല്ലാം ഈക്വാലിറ്റി ആക്കുക. പിന്നെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സിമ്പിൾ വരുന്ന കേസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ തന്നെ ഒന്നുകൂടി പറയാം. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ്, ഇപ്പോൾ ഈ മുകളിൽ വയ്ക്കുന്ന കൺസ്ട്രെയിൻസ് ഈ രൂപത്തിലാവും. ഞാൻ ഈ ഓരോ കൺസ്ട്രെയിൻസിൻ്റെ കേസിലും സ്ലാക്ക് വേരിയബിൾസും സർപ്ലസ് വേരിയബിൾസും അതുപോലെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു കേസിൽ ഞാനൊരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യുന്നുണ്ട്, അത് x7 എന്നാണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർഡർ കൊടുക്കുന്നതിൽ മാറിപ്പോയാൽ പ്രശ്നമൊന്നും വരാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ x4, x5, x6 പിന്നെ ഈ താഴത്തെ കൺസ്ട്രെയിൻ x7 കൊടുക്കാമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അങ്ങനെ. ഓക്കെ, സോ ഇപ്പോൾ ടു ഫേസ് മെത്തേഡ് നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമുക്ക് രണ്ട് ഫേസ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ഫേസ് 1 നമ്മൾ ഒരു പുതിയ ഓക്സിലറി ഫംഗ്ഷൻ ഉണ്ടാക്കും, g(x) എന്നൊരു ഫംഗ്ഷൻ ഉണ്ടാക്കും. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുക എന്ന് മെയിൻ ഉദ്ദേശത്തിലേ ഉള്ളൂ. ഈ x7 എന്നതിൻ്റെ വാല്യൂ 0 ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇതിൻ്റെ എഫക്റ്റ് ഓൺ അവർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 0 ആക്കണം. അപ്പോൾ അതാണ് നമ്മളെ എയിം. അപ്പോൾ ഫസ്റ്റ് ഓക്സിലറി ഇക്വേഷനിൽ നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, മിനിമൈസ് g(x) ഈക്വൽ ടു x7. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ട് x7 മാത്രം കൊടുത്തു. രണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ടെങ്കിൽ x7 പ്ലസ്, അപ്പോൾ x8ഉം x7 ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വെച്ചാൽ x7 പ്ലസ് x8 എന്ന് കൊടുക്കുക. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ x7 പ്ലസ് x8 പ്ലസ് x9 എന്ന് കൊടുക്കുക, അതുപോലെ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് സെയിം കണ്ടീഷൻസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഇതിനൊന്ന് മാറ്റി എഴുതാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് x7 ആണ്. അപ്പോൾ x7 യു ക്യാൻ ജസ്റ്റ് റീപ്ലേസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. ഈ ഇക്വേഷന് x7 എന്താണെന്ന് എഴുതുക. നമുക്കത് 11 മൈനസ് 2x1 മൈനസ് x2 മൈനസ് 2x3 പ്ലസ് x5 എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ x7 തന്നെയാണ്, അപ്പോൾ അതന്നെ എടുത്ത് എഴുതുക. സബ്ജക്റ്റ് സെയിം കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്, ഇവിടെ 7 വേരിയബിൾസും 3 അൺനോൺസും ഉള്ളത്. അപ്പോൾ 4 അൺനോൺസ് നമ്മൾ നോൺ ബേസിക് ആക്കും, അതായത് സീറോസ് അസൈൻ ചെയ്യും. അതുപോലെ റിമൈനിങ് 3 നമ്മൾ ബേസിക് ആക്കി എടുക്കും. അപ്പോൾ യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ വരുന്ന എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാക്കുക, വിച്ച് ഹാസ് പോസിറ്റീവ് കോഎഫിഷ്യൻസ്. സോ ഇവിടെ നമുക്ക് കാണാം 1 × x4, ഇവിടെ 1 × x7, 1 × x6. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ശരിക്കും x4, x7, x6 ആയിട്ടാണ് നമ്മൾ വേരിയബിൾസ് എടുക്കുക. എന്നിട്ട് ആ കറസ്പോണ്ടിങ് x1ൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക, x2ൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക, എക്സെട്ര എഴുതുക. ഇത് പറയുന്നത് ശരിക്കും നമ്മളെ ഈ വേരിയബിൾസിൻ്റെ വാല്യൂസാണ്, ഇനീഷ്യൽ വാല്യൂസ്. ഓക്കെ, അപ്പം ഇതെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് g വെച്ചിട്ടാണ്. ഓക്കെ, ജീൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നവരെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് പുറത്ത് പോകുന്ന ആ കേസ്, അപ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുക. അപ്പം ഈ കേസിൽ x7 ഇതിലിപ്പം മോസ്റ്റ് നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ 2 കേസസ് ഉണ്ട്. -2 ഇവിടെയും വരുന്നുണ്ട്, -2 ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർബിട്രറി ആയിട്ട് ഏതുകൊണ്ട് ചൂസ് ചെയ്യാം. പക്ഷേ ഒരു സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. ഒരു സിമ്പിളായിട്ടൊരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് എത്താൻ പറ്റും. നമുക്ക് ഏതുവേണം യൂസ് ചെയ്യാം, കുഴപ്പമൊന്നും. ഇപ്പം വേണമെങ്കിൽ ഈ ഒരു വേരിയബിളിനകത്തേക്ക് എടുത്ത് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ അക്കൗണ്ട് ഇത് വെച്ച് വർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സിമ്പിളായിട്ടൊരു സംഭവം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ -2 ഈ കേസ് എടുക്കുകയാണെങ്കിൽ, ഞാൻ റേഷ്യോസ് കാണുമ്പോൾ നമുക്ക് കാണാം
ഈ ഫസ്റ്റ് റേഷ്യോ നെഗറ്റീവ് വരും, തേർഡ് റേഷ്യോ നെഗറ്റീവ് വരും. 2/-6ഉം 5/-2 എന്ന് വരും അല്ലേ. അപ്പം ഇവിടെ ആകെ ഒരു കേസേ വരുള്ളൂ 11/2 പോസിറ്റീവായിട്ട്. അപ്പോൾ അത് തന്നെയാണ് പുറത്തേക്ക് പോകുക. അപ്പോൾ നമ്മളെ ആവശ്യം ശരിക്കും ഈ x7 എന്ന ആളെ നോൺ ബേസിക് ആക്കാനാണ്. അതായത് അയാൾക്ക് 0 വാല്യൂ കൊടുക്കാനാണ്. അപ്പോൾ അയാളെ നോൺ ബേസിക് ആക്കാൻ മീനിങ് വെച്ചാൽ അയാളെ ബേസിസിന് പുറത്തേക്ക് വിടുക എന്നർത്ഥം. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മളിവിടെ ഈ ഒരു വേരിയബിളിന് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സിംപ്ലക്സ് അൽഗോരിതം വെച്ചിട്ട് പുറത്ത് പോകുന്ന എൻട്രി x7 തന്നെയാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇയാളെ പുറത്താക്കാൻ പറ്റും. ഓക്കെ, മറ്റേ നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നെയും ഈ x7 അവിടെ കിടക്കുന്നുണ്ടാവും ചിലപ്പം. കാരണം നിങ്ങളിപ്പോൾ ഇതാണ് എൻട്രി കൊടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ റേഷ്യോ പറഞ്ഞാൽ 2/3, 11/2, 5/1 വരും. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് കൂടെ x4 ആണ്. അപ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വന്നത് വരാം. അപ്പോൾ ഈ കേസിൽ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി കമ്പയർ ചെയ്തു. എന്നിട്ട് ഈ x7 പുറത്തേക്ക് വിടാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ ഞാൻ അത് ചൂസ് ചെയ്യാണ്. ഓക്കെ, കാരണം നമ്മൾ ആവശ്യം അതാണ്, x7 പുറത്തേക്ക് വിടാൻ നമ്മൾ ആവശ്യം. കാരണം x7ൻ്റെ വാല്യൂ 0 ആക്കണം. മിനിമം വാല്യൂ ഓഫ് g of x 0, g of x എന്ന x7 ആണല്ലോ. അപ്പോൾ അത് 0 ആക്കണമെങ്കിൽ അയാളെ പുറത്തേക്ക് വിടണം, നോൺ ബേസിക് വേരിയബിൾ ആക്കണം. ഓക്കെ, അപ്പം ഈ കേസ് ഞാൻ അകത്തേക്ക് എടുത്ത വേരിയബിൾ x3 ആണ്. അതുപോലെ പുറത്തേക്ക് പോകുന്നത് x7 ആണ്. അപ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് ചെയ്യുക. അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പം ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട്. ടു ഫേസ് മെത്തേഡിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ g of x ഈ 0 ആവുന്നവരെ വർക്ക് ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങൾ സാധാരണ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിലുള്ള സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഇവിടെ ശരിക്കും നിങ്ങൾ ഈ ജീൻ്റെ ഈ ഫംഗ്ഷൻ വാല്യൂസ് ഇവിടെ എല്ലാം നോൺ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കിട്ടുന്ന വാല്യൂ നോക്കുക. അതൊരു നോൺ സീറോ വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മളെ സൊല്യൂഷൻ ഒരു എന്താ പറയുക മിനിമം വാല്യൂ കിട്ടിയിട്ടില്ല. മീൻസ് അത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ പറഞ്ഞു തരാം. അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എല്ലാം നോൺ നെഗറ്റീവ് കിട്ടി. അതിന് മീനിങ് നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയതാണ് മീനിങ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ജീൻ്റെ വാല്യൂ 0 ആണ്. കാരണം x7 പുറത്തേക്ക് പോയപ്പോൾ തന്നെ x7 വാല്യൂ 0 ആയി. g എന്ന് പറഞ്ഞാൽ x7 വാല്യൂ ആണ്, അപ്പോൾ അത് 0 ആയി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ മറ്റേ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുക. അതായത് ഇത് നമ്മൾ ഇൻകമിങ് വേരിയബിളിൻ്റെ കോളം എടുക്കുക, ഔട്ട് ഗോയിങ് വേരിയബിളിൻ്റെ റോ എടുക്കുക, എന്നിട്ട് ഈ എലിമെൻറ്റ് 1 ആക്കുക, ബാക്കിയെല്ലാം 0 ആക്കുക. അപ്പോൾ ഈ എലിമെൻറ്റ് 1 ആക്കണമെങ്കിൽ ഈ സെക്കൻഡ് റോ ഇതിപ്പോൾ R1, R2, R3, R4 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് R2നെ R2/2 ചെയ്യാം ത്രൂ ഔട്ട്. അപ്പോൾ നമുക്ക് ഈ പുതിയ R2 കിട്ടും. ഇനി നിങ്ങൾക്ക് ഇവിടെ 0 ആക്കണമെന്ന് വിചാരിക്കുക. R3ൻ്റെ ഈ എൻട്രി 0 ആക്കണമല്ലോ. അപ്പം ബേസിക്കലി നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു R2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, R3നെ R3 + R2 എന്ന് എഴുതുക. R3 + R2 -2 + 2 0 ആയി. ഓക്കെ, അതേ ഓപ്പറേഷൻ ഓരോന്നും ചെയ്യാം. അതായത് 0 + 0 0 - 1 1 + 0 1 0 + 1 1 3 + 1 4 1 + 2 3 11 + 5 16. അതാണ് അങ്ങനെ നമുക്ക് ഈ റോ കിട്ടുക. ഇനി അതുപോലെ ഇത് നോക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ -6 ആണുള്ളത്. -6 ഇപ്പോൾ ഇവിടെ 0 ആക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഞാൻ R1നെ R1 + 3 ടൈംസ് R2 ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കൂ, -6 + 3 ടൈംസ് R2 വരുമ്പോൾ 3 ടൈംസ് 2, അതായത് -6 + 6 0 ആയി. അപ്പോൾ അത് തന്നെ ബാക്കി എല്ലാ എലിമെൻസിനും, അതായത് R1ലുള്ള എല്ലാ എലിമെൻസിനും അത് തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ പുതിയ R1 കിട്ടും. അതേപോലെ നമ്മൾ ഈ R4ൻ്റെ നോക്കണം. ഇപ്പോൾ R4ൻ്റെ കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് 0 കിട്ടണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാം. അതായത് പുതിയ R4 എന്ന് പറഞ്ഞാൽ R4 + R2 ചെയ്താൽ മതി. കാരണം നിങ്ങൾ നോക്കൂ, -2 + 2 എന്താ 0 ആണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എന്ത് കിട്ടുന്നു, ഇവിടെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് എന്ത് കിട്ടി, നോൺ നെഗറ്റീവ് കിട്ടി, അല്ലെങ്കിൽ 0 ഓർ പോസിറ്റീവ് നോൺ നെഗറ്റീവ് വാല്യൂസ് കിട്ടി. അതിന് വേണ്ടി നമുക്ക് നമ്മളെ phase 1 കഴിഞ്ഞു എന്നാണ്. ഓക്കെ, അപ്പം അതായത് ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ മിനിമം വാല്യൂ ഓഫ് g നമുക്ക് 0 കിട്ടി. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വർക്ക് കഴിഞ്ഞു. ഇൻ phase 1 വി ഗോട്ട് ദ മിനിമം വാല്യൂ ഓഫ് g ടു ബി 0 ആസ് റിക്വയർഡ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ phase 2ൽ നമ്മൾ ഇതേ വാല്യൂസ് എടുത്ത് എഴുതുക.
ഓക്കെ, ഇതേ വാല്യൂസ് താഴോട്ട് എടുത്ത് ചെയ്ത് ജീൻ്റെ ആ പെർട്ടിക്കുലർ റോ അങ്ങോട്ട് ഒഴിവാക്കുക, ഈ റോ ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, പിന്നെ യൂഷ്വൽ പ്രൊസീജിയർ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിൽ മോസ്റ്റ് നെഗറ്റീവ് എടുക്കും. മോസ്റ്റ് നെഗറ്റീവ് ഇവിടെ -6 ആണ്. അപ്പോൾ ഈ വേരിയബിളാണ് അകത്തേക്ക് വരുന്നത്. ഇത് ശരിക്കും x2 ആണ്, x2ൻ്റെ കോളമാണ്. അപ്പോൾ x2 ആണ് അകത്തേക്ക് വരുന്നത്. നമ്മൾ റേഷ്യോ നോക്കുന്നു. റേഷ്യോ നോക്കുമ്പോൾ മിനിമം റേഷ്യോ നമുക്ക് കിട്ടുക, എനിക്ക് തോന്നുന്നു ഈ കേസിൽ 16, ഇതിപ്പോൾ എത്ര വരെ 11/2/1/2, 11/2/1/2 വരുമ്പോൾ 11/2 × 2/1, അതായത് 11 വരും. ഇത് 16/4 4 എന്ന് വരും. അപ്പോൾ മിനിമം ആണല്ലോ പുറത്തേക്ക് പോകുക. അപ്പം മിനിമം വരുന്ന എലിമെൻ്റ് ആണ് നമ്മൾ പുറത്തേക്ക് വിടുക. അപ്പോൾ നമ്മൾ x6ൻ്റെ പുറത്തേക്ക് വിടുന്നു, ഇതിനകത്ത് എടുക്കുന്നു. ഇനി യൂഷ്വൽ പ്രൊസീജിയർ, ഈ കോളം മാർക്ക് ചെയ്യുക, ഈ പുറത്തേക്ക് പോകുന്ന എലിമെൻ്റ് റോ മാർക്ക് ചെയ്യുക. ഈ എലിമെൻറ്റ് ഇതിനെ നമ്മൾ പിവട്ട് എലിമെൻ്റ് എന്നൊക്കെ വിളിക്കും. ഈ എലിമെൻറ്റ് ഇതിനെ നമ്മൾ 1 ആക്കുക, ബാക്കി ഇതിൻ്റെ റോസിലെല്ലാം 0 ആക്കുക. ഓക്കെ, സോ അതാണ് പ്രൊസീജിയർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കും, ചിലർക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന മിസ്റ്റേക്ക് വന്നു പോകുന്നുണ്ട്. അതൊരു പെർട്ടിക്കുലർ ഫോം ചെയ്താൽ മതി. ഒരുപാട് ഡിഫറൻസ് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകുന്നുണ്ട് കുറേ പേർക്ക്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യണം കാൽക്കുലേഷൻസ്. അപ്പോൾ ഈ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ബൈ 4 ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ റോ കിട്ടും. ഓക്കെ, അത് കിട്ടി. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇത് 0 ആക്കണം. അപ്പോൾ എന്താ ചെയ്യാം, അതായത് ഇത് നമ്മൾ പുതിയ R1, ഇത് R2, ഇത് R3, ഇത് R4 ആണ്. അപ്പോൾ പുതിയ R2 എന്ന് പറഞ്ഞാൽ R2 പ്ലസ് ഇത് ഹാഫ് പ്ലസ് ഇവിടെ 4 ആണുള്ളത്. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് സപ്പോസ് ഐ പുട്ട് ലൈക്ക് സംതിങ് ലൈക്ക് -1/8 × 4. ഓക്കെ, -1/8 × 4, 1/8 × R3. അത് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിത് 0 ആക്കണം യൂസിങ് ദിസ്. അപ്പം എൻ്റെ അടുത്ത് ഹാഫാണ് ഉള്ളത്. ഹാഫ് R2 -1/8 × 4 ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി, ഹാഫ് മൈനസ് ഹാഫ് 0 കിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഫോളോ ചെയ്യുക, അതായത് ആ റോയിലുള്ള എല്ലാ എലിമെൻസിനും അത് ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ 11/2, അതായത് R2 is R2 minus 1/8 R3. ഇപ്പോൾ 11/2 minus 1/8 into R3. R3 എത്രയാണ്, ഇവിടെ 16 ആണ്. അപ്പോൾ ഇത് 2 ആയി. അപ്പം 11/2 minus 2, അതായത് 11 minus 4/2, അതായത് 7/2. അതാണ് ആൻസർ, x3ൻ്റെ വാല്യൂ. അതുപോലെ നമ്മൾ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ് സിംപ്ലക്സ് പഠിപ്പിക്കുമ്പോൾ. നമ്മളിപ്പോൾ ഇവിടെ സെക്കൻഡ് റോ ആയിരുന്നു നമുക്ക് മാറ്റേണ്ടിയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുക, പുതിയ റോ എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് റോ മൈനസ് എലിമെൻ്ററി ഈ കോൺസ്റ്റൻസ് മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങളവിടെ ചെയ്യണം, ഈ റോൻ്റെ മുകളിൽ ചെയ്യണം. അതായത് ഏത് റോവിൻ്റെ എലിമെൻ്റ് ആണോ, ഏത് റോവിൻ്റെ കേസാണോ പുറത്തേക്ക് പോകുന്നത് പ്രീവിയസ് ടേബിളിൽ, അതാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ വേണ്ട ആവശ്യമുള്ള കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ശരിയാക്കുക. ഇങ്ങനെ ചെയ്താൽ മതി, അപ്പം നിങ്ങൾക്ക് തെറ്റൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് തന്നെ ഫുള്ളായിട്ട് ഫോളോ ചെയ്യുക, അപ്പം മിസ്റ്റേക്സ് ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കേസിൽ എന്താ ചെയ്യുക, ഇവിടെ നോക്കൂ, നിങ്ങൾ -1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് R1നെ പുതിയ R1 എങ്ങനെയാണ് എഴുതണം. അപ്പം ഞാൻ എഴുതുന്നത് R1 തന്നെ R1 തന്നെ R1, അതായത് ഈ എൻട്രി -1, R1 എൻട്രി -1 പ്ലസ് സംതിങ് ഇൻറ്റു 4 ചെയ്താൽ എനിക്ക് 0 കിട്ടണം. അപ്പോൾ എന്താ ചെയ്യുക, ഞാൻ 1/4 എടുക്കുന്നു. അപ്പോൾ എന്താ 1/4 × 4 ക്യാൻസൽ, 4 ക്യാൻസൽ ആയി 1 ആവും, 0. അപ്പോൾ എക്സാക്ട്ലി ഐ ക്യാൻ റൈറ്റ് 1/4 ടൈംസ് R3. ഇനി അതന്നെ നിങ്ങൾ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ എലിമെൻസും കിട്ടും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കോളം നമുക്ക് ആവശ്യമില്ല, അതിവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഹിയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതേപോലെ നിങ്ങൾ ഈ 4th കോളം കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം എഫിൻ്റെ വാല്യൂ 9 ആയിരിക്കും,
ഇവിടെ എല്ലാം നമുക്ക് നോൺ നെഗറ്റീവ് കിട്ടി. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ മീനിങ്. അപ്പോൾ നമുക്ക് ഫേസ് ടു സ്റ്റോപ്പ് ചെയ്യാൻ സമയമായി, കാരണം നമുക്ക് എല്ലാം നോൺ നെഗറ്റീവ് വാല്യൂസ് കിട്ടി. ഇവിടെ R4 ഇതേപോലെ ചെയ്യണം, താഴെ പറഞ്ഞ പോലെ ചെയ്യണം. എന്നിട്ട് വാല്യൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് -9 കിട്ടുന്നുണ്ട്, അല്ല F=9 കിട്ടി വാല്യൂ. അതുപോലെ സൊല്യൂഷൻ എന്തൊക്കെയാണ്? x1ൻ്റെ വാല്യൂ 0 ആണ്, കാരണം x1 നോൺ ബേസിക് ആണ്. x2ൻ്റെ വാല്യൂ 4 ആണ്, അതെടുത്ത് എഴുതി. x3ൻ്റെ വാല്യൂ 7/2 ആണ്. ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ. ഓക്കെ, സോ ഇത് കുറച്ച് ക്ഷമയോടെ വേണം ചെയ്യാൻ ഈ പ്രോബ്ലംസ്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇത് ചെയ്യാൻ സമയമെടുക്കും എന്നെനിക്ക് മനസ്സിലാവും, പക്ഷേ നമുക്ക് അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നമുക്ക് അതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താത്തത്. ഇനി ഇതേ പ്രോബ്ലം നമുക്ക് ഞാൻ ബിഗം മെത്തേഡിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പ്രോബ്ലം ബിഗം മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? ബിഗം മെത്തേഡിലാകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കൂടെ എന്താണോ നമ്മൾ ഇവിടുത്തെ ഈ ബാക്കി സെറ്റപ്പ് ഒക്കെ സെയിം തന്നെ. അത് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് കൺസ്ട്രെയിൻസ് ഒക്കെ ആഡ് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിൾസും സർപ്ലസ് വേരിയബിൾസും ആർട്ടിഫിഷ്യൽ വേരിയബിളൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ സെയിം തന്നെ. പക്ഷേ നിങ്ങൾ ഫംഗ്ഷനിൽ എഫിൽ ഒരു m ആഡ് ചെയ്ത് കൊടുക്കണം ടു x7, ആ എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ വേരിയബിളിന് മാത്രം. എന്നിട്ട് നമ്മളെ ഫംഗ്ഷൻ്റെ അകത്ത് x7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x7 എന്താ x7 എന്ന് കിട്ടുന്നത് വെച്ചാൽ, x7 നമുക്ക് എന്താ കിട്ടുന്നത്? അത് ഈ സെയിം പ്രൊസീജിയർ. ഇവിടുന്ന് x7 എന്താ കിട്ടും? 11 - 2x1 - x2 + 2x3 എന്ന് കിട്ടും, ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, m ഒരു വാല്യൂ കൊടുക്കുക, ഒരു ബിഗർ വാല്യൂ കൊടുക്കുക, സേ 100 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും f. പിന്നെ യൂഷ്വൽ വർക്കിംഗ് ആണ്, സിംപ്ലക്സ് ടേബിളിൻ്റെ യൂഷ്വൽ വർക്കിംഗ് ആണ്. അപ്പം ഇത് ഫസ്റ്റ് ടേബിൾ നമ്മൾ എടുക്കുന്നത് ഇവിടെ ബേസിക് വേരിയബിൾസ് എന്ന് പറഞ്ഞത് അത് നേരത്തെ എടുത്ത പോലെ തന്നെ x4, x7, x8 ആണ്. പിന്നെ അതിൻ്റെ വാല്യൂസും x1, x2, x6ൻ്റെ x7ൻ്റെ ഒക്കെ വാല്യൂസ് ഫില്ല് ചെയ്യുക, കോളം വൈസ് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേബിൾ ഇങ്ങനെ കിട്ടും. ഫസ്റ്റ് ടേബിളിൽ മോസ്റ്റ് നെഗറ്റീവ് -198 ആണ്. അപ്പോൾ എൻട്രി വരുന്നത് x1 ആണ്. ഔട്ട് ഗോയിങ് വരിക റേഷ്യോ വെച്ച് നോക്കുമ്പോൾ x4 വരിക ഔട്ട് ഗോയിങ്. അപ്പം അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത് ഇത് ചൂസ് ചെയ്യുന്നത് തെറ്റിപ്പോരുത്. ഓക്കെ, അതിലാണ് മിസ്റ്റേക്സ് വരുന്നത് പൊതുവേ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കാം, നമ്മളിപ്പോൾ ഒരു ടേബിൾ മാറ്റി എഴുതുമ്പം എല്ലാം നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം x1 നിങ്ങളെ ബേസിസിലുണ്ടെങ്കിൽ x1 ഏത് റോയിലാണ് വരുന്നത്, ആ റോയിൽ x1ൻ്റെ വാല്യൂ 1 ആയിരിക്കും. അത് ഈ x1ൻ്റെ കോളത്തിൻ്റെ അണ്ടറിൽ, ബാക്കി എല്ലാം 0 ആയിരിക്കും ആ റോയിലുള്ള. അതേപോലെ നിങ്ങൾ x7 ബേസിസിലുണ്ടെങ്കിൽ x7ൻ്റെ ആ റോയിൽ കറസ്പോണ്ടിങ് വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് വാല്യൂ 1 ആയിരിക്കും. അതുപോലെ ആ കോളത്തിൽ ബാക്കി എല്ലാ എലിമെൻസും 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ x6ൻ്റെ നിങ്ങൾ നോക്കൂ, x6ൻ്റെ ആ കറസ്പോണ്ടിങ് സ്ഥലത്ത് 1ഉം ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യം ഫില്ല് ചെയ്ത് വെക്കാം. ഓക്കെ, ബാക്കിയുള്ള വേരിയബിൾസും ബാക്കിയുള്ള സ്പേസ് മാത്രം കണ്ടാൽ മതി, എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി 0 ആയി വരണം, അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്ത കാൽക്കുലേഷൻ തെറ്റുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ആദ്യം ഫില്ല് ചെയ്ത് വെക്കാം. പിന്നെ ബാക്കി കുറച്ച് വേരിയബിൾസ് നമ്മൾ കാണാനുള്ളൂ, കുറച്ച് പോർഷൻസ് മാത്രമല്ലേ കാണാനുള്ളൂ. അതിൽ ഒരു പോർഷൻ മുതൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതിപ്പം x4 ആണ് ഔട്ട് ഗോയിങ് പോകുന്നത് വെച്ചാൽ, അപ്പം ഇത് ഇൻകമിങ് ഇതാണെങ്കിൽ നമുക്ക് ഇതിനാണ് 1 ആക്കേണ്ടത്, ബാക്കി ഇതൊക്കെ 0 ആക്കണം അല്ലേ. അപ്പോൾ ഇതിനെ 1 ആക്കണമെങ്കിൽ /3 ചെയ്യണം. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് /3 ചെയ്തപ്പോൾ എനിക്ക് പുതിയ R1 കിട്ടി. പിന്നെ ഞാൻ R2 ചെയ്യാൻ R2 കണ്ടുപിടിക്കണം. അപ്പോൾ R2 കണ്ടുപിടിക്കണം എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടുന്ന് പറയാം. നമുക്ക് പുതിയ R2 വേണം. അപ്പോൾ R2ൽ ഇപ്പോൾ ഇത് 0 ആക്കണം. ഇത് 0 ആക്കണം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു R2 തന്നെ എഴുതുക, പ്ലസ് സം ക്വാണ്ടിറ്റി ഇൻറ്റു ഏതാണ് R1. അത് ചെയ്യുമ്പം നമുക്ക് 0 കിട്ടണം, അതായത് ഈ കേസിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അത് 2 എടുക്കുക, 2 ഇതല്ലേ നമുക്ക് 0 ആക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ 2 പ്ലസ് ആ എൻട്രി തന്നെ പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ എനിക്കത് 0 ആയി പോകണം. അപ്പോൾ ഞാൻ എന്താണ് കോൺസ്റ്റൻറ്റ് എടുക്കേണ്ടത്? അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. അതായത് 2 പ്ലസ് -2 നിങ്ങൾക്കറിയാം 0 ആയിപ്പോൾ. എന്താണോ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ അതിനെ മൈനസ് ഇവിടെ കൊടുക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ആയിരുന്നു, പ്ലസ് -2. ഓക്കെ, ഇനി നമ്മളെ വലത്ത് ഭാഗത്തുള്ള സാധനം എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടെയുള്ള ക്വാണ്ടിറ്റി 3 ആണ്.
അല്ലേ, 3 ആണ്. അത് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. അപ്പോൾ എന്താവും, ഇതും ക്യാൻസലാവും, നമുക്ക് ആവശ്യമുള്ള പോലെ 0 കിട്ടും. ആ ഒരു ടെക്നിക്ക് ത്രൂ ഔട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അതിപ്പോൾ ചില ആൾക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് 0 ആയിപ്പോവും, എക്സാക്ട്ലി 0 കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എൻട്രി അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പുതിയ R2 പറഞ്ഞാൽ R2 പ്ലസ് ഈ ക്വാണ്ടിറ്റി മൈനസ് 2/3 ടൈംസ് R1. അതാണ് നമുക്ക് വേണ്ട ട്രാൻസ്ഫോർമേഷൻ. ഇനി അതേപോലെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ തേർഡ് കേസ് നോക്കുക വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 0 ആക്കണം, ഈ 1ൻ്റെ കേസ് 0 ആക്കണം വിത്ത് റെസ്പെക്ട് ചെയ്ത്. അപ്പം 1 പ്ലസ് സം ക്വാണ്ടിറ്റി ഇൻറ്റു 3 ചെയ്താൽ നിങ്ങൾക്ക് 0 കിട്ടണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണോ വരുന്നത് 1 പ്ലസ് അതിന് നെഗറ്റീവ് കൊടുക്കുക, -1 ഇൻറ്റു 3 ആണ് നിങ്ങൾക്ക് 0 ആക്കേണ്ടത്. അപ്പം ഈ 3നെ ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ താഴെയും 3 കൊടുക്കുക. അപ്പോൾ ഇത് ക്യാൻസലായി പോകും. അപ്പം 1 - 1 0 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ പുതിയ R3, ഓക്കെ, പുതിയ R3 എന്ന് പറഞ്ഞാൽ R3 പ്ലസ് അല്ല -1/3 R1 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻട്രി 0 ആയി കിട്ടും, ഈ എൻട്രി 0 ആയി കിട്ടും. പിന്നെ അതേ ട്രാൻസ്ഫോർമേഷൻ ബാക്കി എല്ലാ ഈ റോൾ എലിമെൻറ്റ്സിനും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ചേഞ്ചസ് കിട്ടും. ആ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല. അല്ല ഓരോന്ന് കേസ് എന്നുള്ള വരിക, ഒരു ഫിക്സഡ് ടൈപ്പിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ R4ൻ്റെ കേസും ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കും, ഞാൻ എന്താ ചെയ്യുന്നത് നോക്കുക, R4 ചെയ്യാൻ. R4 വെച്ചാൽ എനിക്ക് ഈ -198 ഉണ്ടല്ലോ, അത് 0 ആക്കി എടുക്കണം. ഓക്കെ, ഇവിടെ ഈ -198 എനിക്ക് 0 ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, -198 പ്ലസ് ഇതിന് പോസിറ്റീവ് ഇവിടെ കൊടുക്കും. അപ്പോൾ ഇവിടെ 2 ആകുമ്പോൾ നമ്മൾ -2 കൊടുത്തു, ഇവിടെ -198 ആകുമ്പോൾ 198 കൊടുക്കുക. എന്നിട്ട് ഇൻറ്റു നമ്മൾ R3 ചെയ്യുമല്ലോ, R3 എലിമെൻറ്റ് ഇവിടെ എന്താ 3 ആണ്, R3 അല്ല R1 3 ആണ്. അപ്പോൾ ഈ 3 ക്യാൻസൽ ആവാൻ ഇതിന് താഴെ 3 കൊടുക്കുക. അപ്പോൾ ഇത് ക്യാൻസലാവും, നിങ്ങൾക്ക് മൊത്തത്തിൽ 0 കിട്ടും. അപ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് R1. അപ്പോൾ നിങ്ങൾ പുതിയ R4 എന്ന് പറഞ്ഞാൽ R4 പ്ലസ് 198/3 ഇൻറ്റു R1 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് അത്രയേ ഉള്ളൂ. അത് 198/3 എന്നാൽ 66 ആവും. അങ്ങനെയാണ് എനിക്കിവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തു പോകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര്. പക്ഷേ ചില ആൾക്കാർ എവിടേക്കോ വെച്ച് നിർത്തിയിട്ടുണ്ട്. അതേപോലെ ചില സ്റ്റെപ്സ് ചിലതിൽ കൂടുതലുണ്ടാവും. നിങ്ങൾ നിർത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ നല്ല ഈ സമയം എടുത്തിട്ടുണ്ട് ചെയ്യാൻ, പക്ഷേ അങ്ങനെയാണത് ചെയ്യാം, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പുതിയ ടേബിൾ കിട്ടും. പിന്നെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ് ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് യൂസ് ചെയ്യുക അതേപോലെ. എന്നിട്ട് നമുക്ക് ഇത് ഒരു 3-4 സ്റ്റെപ്പ് വരുന്നുണ്ട് ഇതിനകത്ത്. ആരൊക്കെയോ ഈ സ്റ്റെപ്പ് വരെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റെപ്പ് വരെ ചെയ്തു, പക്ഷേ അവരിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഈ വാല്യൂ ഈ സ്റ്റെപ്പല്ല, എനിക്കൊന്ന് ഈ സ്റ്റെപ്പ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നോട്ട്സ് ഞാൻ ഇട്ടിരുന്നത്, നിങ്ങളത് നോക്കിയാൽ മതി. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ സിംപ്ലക്സ് മെത്തേഡിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതിൽ കൂടുതൽ പറയാനുള്ളത് അടുത്ത പ്രോബ്ലത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ കണ്ടതിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം രണ്ട് രീതിയിൽ ചെയ്താൽ ഒരേ സൊല്യൂഷനാണ് കിട്ടുക, വേറെ സൊല്യൂഷൻ കിട്ടുന്നില്ല. രണ്ട് രീതിയിൽ ചെയ്താലും ഒരേ സൊല്യൂഷൻ തന്നെ കിട്ടണം. അപ്പോൾ ഈ രീതി ചെയ്തപ്പോൾ എനിക്ക് ഒരേ സൊല്യൂഷൻ തന്നെ കിട്ടിയത്, പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ചെയ്യാൻ, അത്രയും മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ കേസിൽ ഞാൻ സൈഡിൽ എന്താ ട്രാൻസ്ഫോർമേഷൻസ് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് ഞാൻ എടുത്ത് ഇനി മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കുക എങ്ങനെയാണ് എടുത്തതെന്ന്. ഓക്കെ, അതുപോലെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാ, ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ എൻട്രീസ് കിട്ടുന്നുണ്ട്. എഫിൻ്റെ വാല്യൂ നേരത്തെ കിട്ടിയ പോലെ തന്നെ താഴെ എല്ലാ വാല്യൂസും പോസിറ്റീവ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്താൽ കാണാം, താഴെ എല്ലാ വാല്യൂസും പോസിറ്റീവ് അല്ല നോൺ നെഗറ്റീവ് എന്ന് കിട്ടും. അതുപോലെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയതിൻ്റെ മീനിങ്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ മീനിങ്, അതായത് എഫിൻ്റെ വാല്യൂ 9 ആണെന്ന് കിട്ടുന്നുണ്ട്. ആ സെയിം വാല്യൂ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു, എഫിൻ്റെ വാല്യൂ 9 തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൽ ചെയ്തപ്പോഴും, 2 ഫേസ് ചെയ്തപ്പോഴും. അവിടെയും ഇതിൻ്റെ വേരിയബിൾസിൻ്റെ വാല്യൂ എന്തൊക്കെയായിരുന്നു, x1 0, x2 4, x3 7/2 ആയിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, x1 0, x2 4, x3 7/2 തന്നെയാണ്. ഓക്കെ, സോ ദർ ഇസ് നോ ഡിഫറൻസ് ഹിയർ ഓൾസോ. സോ സൊല്യൂഷൻസ് ഒക്കെ സെയിം ആണ്. രണ്ട് രീതിയിൽ ചെയ്താൽ ഒരേ സൊല്യൂഷനാണ് കിട്ടുക, വേറെ കിട്ടുന്നില്ല. ചില ആൾക്കാർക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്, ഒന്നിൽ ഒരു ആൻസർ ആണെങ്കിൽ മറ്റേതിൽ വേറെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ശരിക്കും അത്. പിന്നെ ഇത് കുറച്ചൊരു ടൈം ടേക്കിംഗ് പ്രോബ്ലം കൂടെ അതിനെക്കൊണ്ട് അങ്ങനെ വരും. അല്ല, ഈ ഒരു കേസൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്.
എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് നമ്പർ ആണെങ്കിലും നിങ്ങൾക്കത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ അതാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഇത് ഞാൻ നോട്ട്സ് ഇട്ട് തരാം. ഇനി നിങ്ങൾ ചോദിച്ച പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലമാണ്. ഇത് ഒരുപാട് പേര് തന്നെ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അതായത് ഗ്രാഫിക്കൽ മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം സൊല്യൂഷൻ ഇല്ല. കാരണം ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. മാക്സിമം വാല്യൂ കാണേണ്ട ഒരു പ്രോബ്ലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു മാക്സിമം വാല്യൂ വാങ്ങേണ്ട പ്രോബ്ലമാണ്. നിങ്ങൾ x1 x2ൻ്റെ പ്രത്യേകിച്ച് x1 x2 > 2 ആയിരിക്കണം. അപ്പോൾ x1 x2 നിങ്ങൾ 1000 കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അതിൻ്റെ വാല്യൂ കൂടി പോകും. പിന്നെ 1000 കൊടുക്കണ്ട, നിങ്ങൾ ഒരു 1 lakh കൊടുത്തോളൂ x1 x2ൻ്റെ വാല്യൂ, അപ്പോഴും അത് മാക്സിമം വാല്യൂ തന്നെയാണ്. അത് ശരിക്കും അൺബൗണ്ടഡ് സൊല്യൂഷൻ ആയിട്ട് വരിക. അൺബൗണ്ടഡ് അല്ല, ഇതിന് ശരിക്കും പറഞ്ഞാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഫീസിബിൾ റീജിയൻ വരുന്നില്ല. കാരണം ഈ ഒരു ഇക്വേഷനും നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിനൊക്കെ താഴോട്ടാണ് റീജിയൻ വരുന്നത്. ഓക്കെ, ഇങ്ങനെ താഴോട്ടാണ് റീജിയൻ വരിക. പക്ഷേ ഇതിൻ്റെ ഈ റെഡ് ലൈൻ നമ്മൾ ഈ ഇക്വേഷനാണ്, ഇതിൻ്റെ റീജിയൻ മോഡാണ് വരുന്നത്. അപ്പോൾ ഒരു ഫീസിബിൾ റീജിയൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഇത് സൊല്യൂഷൻ കിട്ടാത്തൊരു കേസ് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ പ്രോബ്ലം അസൈൻമെൻറ്റ് തന്നത്. ടെക്നിക്കൊക്കെ സെയിം ആണ്. 2 phase മെത്തേഡ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ ആകെ ഒരു വ്യത്യാസമുള്ള ഞാൻ പറയാം. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോയാൽ തന്നെ അതിൽ ആൻസറിലേക്ക് എത്തുള്ളൂ. ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യം തന്നെ മിനിമൈസേഷൻ പ്രോബ്ലം ആക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നിങ്ങളുടെ പുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. പിന്നെ ഇതിനെല്ലാം ഇക്വാലിറ്റി ആക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ x6 ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വൽ പ്രൊസീജിയറിൽ ടേബിൾ ഫില്ല് ചെയ്യാം. ഓക്കെ, അതെ, x6 ആയതിനെ കൊണ്ട് നമ്മൾ phase 1-ലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് g(x) = x6 ആയിരിക്കും. x6 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ കിട്ടും, ഇക്വേഷൻ കിട്ടും 2 - x1 - x2 + x3 എന്ന് കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടേബിൾ ഫോം ചെയ്യുക. ഓക്കെ, അതൊക്കെ ചെയ്യുക. ഇവിടെ കണ്ടില്ല, ഇവിടെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ എനിക്ക് 2 ഓപ്ഷൻസ് കിട്ടി. അതായത് ഇത് വേണമെങ്കിൽ എനിക്ക് ഈ വേരിയബിളിനകത്തേക്ക് വിടാം, അല്ലെങ്കിൽ ഈ വേരിയബിളിനകത്തേക്ക് വിടാം. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും വേണ്ട x6നെ പുറത്തേക്ക് വിടണമെന്നാണ്. പക്ഷേ അത് നടക്കുന്നില്ല 2 കേസിലും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിളിന് പുറത്തേക്ക് വിടാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ കേസാണ് ചൂസ് ചെയ്തത്. ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ആർബിട്രറി ആയിട്ട് ഞാൻ എടുക്കുകയാണ്, ഈ എൻട്രി അകത്തേക്ക് എടുക്കുന്നു. അപ്പോൾ മിനിമം വാല്യൂ വെച്ചിട്ട് ഈ x5 പുറത്തേക്ക് പോകും. പിന്നെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പുതിയ എൻട്രീസ് ഇങ്ങനെ കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ phase 1 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻസ് അതേപോലെ ചെയ്തു. ഇവിടെ നെഗറ്റീവ് എൻട്രി വരുന്ന ഈ കേസിലാണ്. അപ്പോൾ അത് ഇൻകമിങ് വന്നു. അതിന് റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് മിനിമം കിട്ടിയത്. അപ്പോൾ അത് ഔട്ട് ഗോയിങ് പോയി. ഓക്കെ, അപ്പം അതിൻ്റെ മീനിങ് x4 പോയി x2 വന്നു. എന്നിട്ട് ഈ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഈ ജീൻ്റെ ഈ റോയിലുള്ള വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അതായത് നമ്മളെ സിംപ്ലക്സ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് സിംപ്ലക്സ് മെത്തേഡിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളെ പ്രോബ്ലം ഒപ്റ്റിമൽ സൊല്യൂഷനിലെത്തി. ഓക്കെ, ഈ ഒരു കേസിൽ ഒപ്റ്റിമൽ സൊല്യൂഷനിലെത്തി. പക്ഷെ നിങ്ങൾക്ക് കാണാം g(x)ൻ്റെ വാല്യൂ -2/3 ആണ്. അത് 0 ആയിട്ടില്ല. ഓക്കെ, പക്ഷേ ആസ് പെർ ദ സിംപ്ലക്സ് അൽഗോരിതം വി ഹാവ് റീച്ച്ഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻ ദിസ് കേസ് ദർ ഈസ് നോ സൊല്യൂഷൻ. ഇത് 0 ആയ കേസിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, എന്നാലേ നമുക്ക് ഫർദർ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസിൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല. വേറെ രീതിയിൽ വേണമെങ്കിൽ പറയാം, നമ്മളെ x6 എന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾ ബേസിസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അത് 0 ആകുമ്പോഴാണ് നമ്മളെ ഇതിൻ്റെ എഫക്റ്റ് ഓൺ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 0 ആകുമ്പോഴാണ് നമുക്കത് പ്രോബ്ലം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഈ കേസിൽ ഇയാൾ പുറത്തേക്ക് പോകാത്തതിനെ കൊണ്ടും നമ്മളെ ഈ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ സ്റ്റേജ് സിംപ്ലക്സ് മെത്തേഡിൽ എത്തിയതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം, നോ സൊല്യൂഷൻ എക്സിസ്റ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് സൊല്യൂഷൻ കിട്ടാത്തത്. ചില ആൾക്കാർ സൊല്യൂഷൻ കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതും ശരിയല്ല. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലം ബിഗ് എം മെത്തേഡ് ചെയ്യാം. മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞു മാക്സിമൈസേഷൻ മിനിമൈസേഷൻ ആക്കണം.
അപ്പോൾ -5x1 + x2 ആവും. പിന്നെ അതിൻ്റെ കൂടെ ഒരു പുതിയ വേരിയബിൾ x6 ആഡ് ചെയ്യുക വിത്ത് കോഎഫിഷ്യൻ്റ് m, ഒരു വലിയ വാല്യൂ m ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളത് ആഡ് ചെയ്യുന്നു. യൂഷ്വൽ പ്രൊസീജിയർ. ഇത് ചെയ്ത് കഴിയുമ്പം നേരത്തെ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മോഡിഫൈ ചെയ്ത് അങ്ങനെ കിട്ടും. എന്നിട്ട് അത് നിങ്ങൾ ക്യാപിറ്റൽ F നമ്മൾ എടുക്കുന്നതല്ല അവിടെ, വി ടേക്ക് എസ് ക്യാപിറ്റൽ F. സോ മിനിമൈസ്. അപ്പോൾ ഇത് വെച്ചിട്ട് ടേബിൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നേരത്തെ 2 ഫേസിൽ മെത്തേഡിൽ സെയിം ടേബിളാണ് വരിക, പക്ഷേ ഈ എഫ് അവിടെ ജിയും എഫ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അത് രണ്ടും അല്ല, അവിടെ വേറെ പുതിയ ക്യാപിറ്റൽ F ആണ്. ആ എഫ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ -200, -105, -99, 100, ബാക്കിയെല്ലാം 0. ഓക്കെ, ഇതൊന്നും അധികം പറയാത്ത കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം, ഞാൻ വീണ്ടും പറയാത്ത. എനിക്ക് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ നോ സൊല്യൂഷൻ വരുമ്പോൾ ഇവിടെ എന്താ ബിഗ് എമ്മിൽ എന്താ സംഭവിക്കുക എന്ന് പറയണം. 2 ഫേസിൽ നമ്മൾ കണ്ടു എന്താ സംഭവിക്കുന്നത്, അതുപോലെ ബിഗ് എമ്മിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയാൻ വിചാരിച്ചാൽ പറയുന്നത്. അതിപ്പോൾ ഈ കേസിൽ മിനിമം ഇതാണ്, നെഗറ്റീവ് ഇതാണ്, മോസ്റ്റ് നെഗറ്റീവ് ഇതാണ്. അപ്പോൾ ഇത് ഇൻകമിങ്, ഔട്ട് ഗോയിങ് ഇതാ വരിക, റേഷ്യോ കണ്ടാലും. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തു. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ മെട്രിക്സ് ഇങ്ങനെ കിട്ടും. അത് വീണ്ടും ഇവിടെ നെഗറ്റീവ്, മോസ്റ്റ് നെഗറ്റീവ് വരും, എൻട്രി വരും, ഔട്ട് ഗോയിങ് ഇവിടെ വരും. വീണ്ടും ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുക, ഈ സ്റ്റേജ് എത്തും. അപ്പോൾ ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നമുക്ക് എല്ലാം പോസിറ്റീവ് കിട്ടി, എല്ലാം പോസിറ്റീവ് അല്ല, നോൺ നെഗറ്റീവ് കിട്ടി. അതിന് മീനിങ് ആസ് പെർ സിംപ്ലസ്റ്റ് ടെക്നിക് വി ഹാവ് റീച്ച്ഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അതായത് എഫിന് വാല്യൂ 64 ആണ് അവർ പറയുന്നത്. വേർ we have reached an optimal solution, but thing is that we have got actually no solution case, because നിങ്ങൾ ബിഗ് എം മെത്തേഡ് ചെയ്യുമ്പോഴും 2 ഫേസ് മെത്തേഡിലും ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ബേസിസിന് പുറത്തേക്ക് പോയിട്ടുണ്ടാവണം. അത് പുറത്തേക്ക് പോകാണ്ട് നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആസ് പെർ ദ അൽഗോറിതം, പക്ഷേ അത് ശരിക്കും നോ സൊല്യൂഷൻ കേസാണ് വരിക. കാരണം ഈ x6ൻ്റെ ഒരു ഹയർ വാല്യൂ ശരിക്കും നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മളിവിടെ ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ, ഈ സംഭവം എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൽ x6 വാല്യൂ വാനിഷ് ആകുമ്പോഴാണ് നമ്മൾ ഒറിജിനൽ പ്രോബ്ലം സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ x6 വാല്യൂ വാനിഷ് ആവുന്നില്ല, അപ്പോൾ നമുക്ക് ശരിക്കും ഒറിജിനൽ പ്രോബ്ലം സൊല്യൂഷൻ കിട്ടുന്നില്ല. വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് എനിത്തിങ് ഹിയർ. ഓക്കെ, സോ രണ്ട് കാര്യം മനസ്സിൽ വെക്കുക. 2 ഫേസ് ആകുമ്പോൾ എപ്പോഴാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്തത്, നിങ്ങളെ ഫേസ് 1ൽ g(x)ൻ്റെ വാല്യൂ 0 കിട്ടണം. ഇവിടെ അത് കിട്ടിയിട്ടില്ല, നിങ്ങളെ ബേസിസ് തന്നെ നമ്മളെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ കിടക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ഇവിടെ എല്ലാം നമുക്ക് പോസിറ്റീവ് കിട്ടി, അതായത് സൊല്യൂഷൻ, അതായത് സിംപ്ലക്സ് മെത്തേഡ് പ്രകാരം നമ്മളെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തി എന്നൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ബിഗ് എം മെത്തേഡിലാണെങ്കിൽ അതേപോലെ ഇയാൾ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ബേസിസ് തന്നെ കിടക്കുന്നുണ്ട്, പുറത്തു പോയില്ല. അതുപോലെ നമുക്ക് എന്ത് കിട്ടി, സിംപ്ലക്സ് മെത്തേഡ് പ്രകാരം എല്ലാം നോൺ നെഗറ്റീവ് കിട്ടി. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു സിംപ്ലക്സ് മെത്തേഡ് നമ്മളോട്. ഇവിടെ എല്ലാം നോൺ നെഗറ്റീവ് കിട്ടി, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആസ് പെർ സിംപ്ലസ്റ്റ് ടെക്നിക് വി ഹാവ് ഗോട്ട് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. പക്ഷേ ഇയാൾ പുറത്തേക്ക് പോകാത്തതിനെ കൊണ്ട് ഇയാൾ എന്തായാലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ n. അപ്പം നമ്മുടെ പ്രോബ്ലം നമുക്കൊരു എന്താ പറയുക സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ഇൻ ദിസ് പ്രോബ്ലം തന്ന ഈ പ്രോബ്ലത്തിൽ സൊല്യൂഷൻ ഒന്നും ഇല്ല. ഓക്കെ, ദർ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ 2 ഫേസ് ചെയ്താലും ബിഗ് എം ചെയ്താലും ഒരേ കൺക്ലൂഷനിൽ തന്നെ എത്തും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 2 കേസ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടും ഒരേ സൊല്യൂഷൻ കിട്ടി. ഈ കേസിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് 2 കേസിലും സൊല്യൂഷൻ കിട്ടുന്നില്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ യുണീക്ക്നെസ്സിനെ പറ്റിയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കൂടുതൽ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഉണ്ടാവും. ഒന്ന് കൂടുതൽ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു കേസ് ഞാൻ പറയാം. ഇത് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് സപ്പോസ് നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ അതിനനുസരിച്ചുള്ള ഗ്രാഫൊക്കെ വരച്ചു. ഓക്കെ, അങ്ങനെയൊക്കെ വരച്ചു. സപ്പോസ് എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ഏരിയ ഈ നടുക്ക് കാണുന്ന ഏരിയ എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് നമ്മളെ ഈ ഏരിയ നമ്മളെ റീജിയൻ എന്ന് വിചാരിക്കാം. അപ്പം ചിലപ്പോൾ നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സപ്പോസ് 2x1 + 3x2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സേ മിനിമൈസ് f(x) = 2x1 + 3x2 ആണ് എന്ന് വിചാരിക്കാം. അതിൻ്റെ കൺസ്ട്രെയിൻസിലും നമുക്ക് സപ്പോസ് ഈ ഒരു ഇതേ സാധനം വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് <= 5 ഒക്കെ വരുന്ന കേസ് വരാമെന്ന് വിചാരിച്ചോളാം.
അപ്പം x1 plus x2 greater than equal to 3, x1 x2 greater than equal to 0, yeah, and one more, say 3x1 plus x2 less than equal to 5. അത് ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ തന്നെ നമ്മൾ കൺസ്ട്രെയിനിൽ വരുന്നൊരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ കേസിലൊക്കെ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ നമുക്ക് ഒരു ഒരു പെർട്ടിക്കുലർ, അതായത് ഇപ്പം സപ്പോസ് ഇതാണ് ലൈനെങ്കിൽ എങ്ങനെ കിട്ടുക വെച്ചാൽ ഒരു പോയിന്റ് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അതുപോലെ ചിലപ്പം ആ പോയിന്റിൽ എല്ലാ പോയിന്റ്സിലും നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയെന്ന് വരാം. ഓക്കെ, ആ ഒരു തിയറം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു 2 പോയിന്റ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സിലും കിട്ടുന്ന ഒരു തിയറം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് തന്നെ അവിടെ പറയുന്നത്. അപ്പോൾ ആ കേസ് വരുന്ന ഇങ്ങനത്തെ ഒരു കേസിലാണ് വരിക. ഇതുപോലെ ഒരു മാച്ചിങ് വരുന്ന രീതിയിലാണ് അത് വരാറ്. ഓക്കെ, അപ്പം ഇപ്പം ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ച, അതായത് ഉദ്ദേശിച്ചാൽ ഈ ലൈനിൽ വരുന്ന ഏത് പോയിന്റ്സ് എടുത്താലും എല്ലാം ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. അതായത് നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ സപ്പോസ് എഫിൻ്റെ വാല്യൂ ഒരു പോയിന്റ് നമുക്ക് 15 കിട്ടി. ഈ ഒരു കേസ് നിങ്ങൾ ഇതാണ് നമ്മൾ എഫ്, ഇതിൽ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ആ വാല്യൂ 15 തന്നെ കിട്ടും. പോയിന്റ് മാറി മാറി പോകും. അങ്ങനത്തെ കേസിലും ഒരുപാട് സൊല്യൂഷൻസ്, ഒപ്റ്റിമൽ സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അപ്പോൾ സിംപ്ലസ്റ്റ് ടേബിൾ വെച്ച് നോക്കുമ്പം എന്താ അവിടെ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് നോക്കാം. അപ്പം സിംപ്ലസ്റ്റ് ടേബിൾ മെൻഷൻ ചെയ്ത പ്രോബ്ലം ഞാൻ ഒന്ന് എഴുതാം ആദ്യം. അതെ, ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ഏത് കേസിലാണ് നമുക്ക് ഒന്ന് കൂടുതൽ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് വരിക എന്നാണ്. അത് യുണീക്ക് അല്ലാത്ത കേസ് ഏതിലാണ് വരിക എന്നാണ് ചോദ്യം. അതിനുള്ള സിമ്പിൾ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ടേബിൾ 1, 2, 3, 4 നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക, അതിൻ്റെ അത് ടേബിൾ 1 എടുക്കുകയാണെങ്കിൽ അതിലുള്ള വാല്യൂസ് ഇങ്ങനെയാണ്. x1 x3 ഉണ്ട്, എഫിൻ്റെ വാല്യൂസ് ഉണ്ട് 2, 5, -10, 1, 0, 0, 1, 2, 3, 0, 1, 0, 2, 1, 0. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുമ്പം ഈ എഫിൻ്റെ വാല്യൂസ് നോക്കുക. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ബേസിക് വേരിയബിൾസ്? ഇതിലുള്ള ബേസിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ x1 x3 ആണ്. അപ്പം നിങ്ങൾ ആ ടേബിൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ അവിടെ എത്ര വേരിയബിൾസ് ഉള്ളത്? 4 വേരിയബിൾസ് ഉള്ളത്. നമ്മൾ തന്നിരിക്കുന്നത് ഇത് P1, ഇത് P2, ഇത് P3, ഇത് P4. അതായത് ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4ൻ്റെ കോളംസ് ആണ്. 4 വേരിയബിൾസ്. അപ്പോൾ എന്തായാലും 2 വേരിയബിൾസ് ബേസിക് വേരിയബിൾസ് ആണ്. അപ്പോൾ നിങ്ങളതിൽ ബാക്കി x2ഉം x4ഉം നോൺ ബേസിക് വേരിയബിൾസ് ആണ്. ഓക്കെ, നോൺ ബേസിക് വേരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഇത് എത്ര, അതിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ 0 ആണ്. യാ, അപ്പോൾ നോൺ ബേസിക് വേരിയബിൾസ് x2 x4 ആണ് ഇവിടെ. ഓക്കെ, അപ്പം ഈ കേസിൽ ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയ സംഭവം കൂടി ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ഓൾറെഡി നമുക്ക് സൊല്യൂഷൻ കിട്ടി, എന്നാൽ പോലും ഞാനൊരു സൊല്യൂഷൻ വേറെ ട്രൈ ചെയ്യണം. ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ x4 എന്ന ബേസിക് വേരിയബിളിന് ഇവിടെ 0 ആണ് അതിൻ്റെ കോസ്റ്റ് കോഎഫിഷ്യൻ്റ്. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്ന x4ൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആണ്. അപ്പോൾ ഇങ്ങനെ 0 വരുന്നൊരു നോൺ ബേസിക് വേരിയബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അയാളെ ബേസിക്സിലേക്ക് വിടാൻ പോവാണ്. ഓക്കെ, അയാളെ ബേസിസിലേക്ക് വിടാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരാളെ ബേസിസിൽ നിന്ന് പുറത്തേക്ക് വിടാൻ പോവാണ്. അപ്പം ഇവിടെ മിനിമം റേഷ്യോ ഉള്ള 1, അപ്പോൾ x1 ഞാൻ പുറത്തേക്ക് വിടുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, x1 പകരം ഇപ്പോൾ x4 ആയി, x3 ആയി. അപ്പോൾ ഇത് നമ്മൾ യൂഷ്വൽ പ്രൊസീജിയർ സിംപ്ലക്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ 1 ആക്കണം, ഇത് 0 ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് 1 ആക്കണം, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ ഇത് 1, 1/2, 1/2, 0, 0, അതുപോലെ 1 വരും. x3ൻ്റെ സ്ഥലത്ത് ഇതിപ്പോൾ നമുക്ക് 0 ആക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് R1 R2 എഴുതുകയാണെങ്കിൽ പുതിയ R2 പറഞ്ഞാൽ R2 മൈനസ് ഹാഫ് ടൈംസ് R1 ചെയ്യാം. അപ്പോൾ 1 - 1/2 × 2 വരുമ്പോൾ 0 ആയല്ലോ. അപ്പോൾ ഇത് 0 ആയി. ഇതെന്ത് വരും, 1 വരും. ഇത് 2 - ഹാഫ് എന്ന് പറയുമ്പം 3/2 വരും. പിന്നെ 0 - ഹാഫ് വരും. ഇപ്പോൾ 5 - 1/2 × 2 എന്ന് പറയുമ്പോൾ 4 വരും. ഇപ്പോൾ നിങ്ങൾ എഫിൻ്റെ വാല്യൂ നോക്കൂ, ഇത് നമുക്ക് മാറ്റണമല്ലോ. ഇവിടെ ഓൾറെഡി 0 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യം 0 ആക്കുക എന്നാണ് അല്ലേ. അപ്പോൾ മീനിങ് എന്താ, ഇവിടെ 0 വരും, 0 വരും, 3 വരും, 0 വരും, -10 തന്നെ വരും. അതായത് എഫിൻ്റെ വാല്യൂ എന്തായി, എഫിൻ്റെ വാല്യൂയിൽ മാറ്റമൊന്നുമില്ല, -10 തന്നെയാണ് എഫിൻ്റെ വാല്യൂ ഇപ്പോഴും. പക്ഷേ ബേസിസ് വേരിയബിൾസ് മാറി.
ബേസിക് വേരിയബിൾസ് മാറി അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന കേസിലാണ് നമുക്ക് ഒന്ന് കൂടുതൽ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കിട്ടുക. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കണ്ടല്ലോ നിങ്ങൾ ആ രീതിയിൽ. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് ശരിക്കും നിങ്ങൾ ആ തന്നിരിക്കുന്ന ടേബിളിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻ ശരിയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടെ. അതെ, ശ്രേയ അയച്ചതിൽ തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കും, അതിൽ ടേബിൾ 1 ശരിക്കും നോൺ ബേസിക് വേരിയബിളിന് 0 കോഫിഷ്യൻ്റ് വരുന്നത്. ആ കേസിൽ നമുക്ക് ഈ ഒരു പരിപാടി നടക്കും. പക്ഷേ നിങ്ങൾ ടേബിൾ 2 നോക്കി നോക്കും. ടേബിൾ 2 നോൺ ബേസിക് വേരിയബിൾ ഏതൊക്കെയാണ്? x3 x4ഉം അതിൻ്റെ കോഫിഷ്യൻ്റ് -3ഉം 1ഉമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല. ടേബിൾ 3 നോക്കി നോക്കും നിങ്ങൾ, നോൺ ബേസിക് വേരിയബിൾ x1 x3 ആണ്. അവിടെ 3ഉം 10ഉമാണ് അതിൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് കോഫിഷ്യൻസ്. അപ്പോൾ അവിടെയും ചെയ്യാൻ പറ്റില്ല. ടേബിൾ 4 നോക്കുകയാണെങ്കിൽ x1 x4ഉം ആണ് നിങ്ങളെ കോസ്റ്റ് കോഫിഷ്യൻസ്. സോറി, x1 x4 ആണ് നിങ്ങളെ നോൺ ബേസിക് വേരിയബിൾസ്. ആ രണ്ട് കേസിലും എന്തായാലും വാല്യൂസ് 0 അല്ല. അപ്പോൾ ആ കേസിലും നടക്കില്ല. അപ്പോൾ ഈ ഒരു കേസ് നടക്കും. അപ്പോൾ നിങ്ങൾ ഇത്രേ നോക്കേണ്ടേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള നോൺ ബേസിക് വേരിയബിൾസിൽ ഏതെങ്കിലും ഒന്നിന് 0 കോസ്റ്റ് കോഫിഷ്യൻ്റ്, അതായത് ഈ എഫിൻ്റെ റോല് 0 ഉണ്ടെങ്കിൽ അയാൾ അകത്തേക്ക് വിടുക, ഒരാളെ പുറത്തേക്കും വിടുക. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കിട്ടുന്ന പുതിയ സിംപ്ലക്സ് ടേബിളിൽ കിട്ടുന്ന വാല്യൂ ഒരു പുതിയ സൊല്യൂഷൻ ആയിരിക്കും. പുതിയ വേരിയബിൾസിൻ്റെ വാല്യൂ മാറും, പക്ഷേ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. വേറൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി നമുക്ക് അങ്ങനെ. ഓക്കെ, പോയിൻറ്റ്സ് മാറും. അപ്പോൾ ഈ കേസിൽ എന്താ സൊല്യൂഷൻ? എന്താ? എഫിൻ്റെ വാല്യൂ -10 ആണ്. x1ൻ്റെ വാല്യൂ എന്താ? 2. x2ൻ്റെ വാല്യൂ എന്താ? 0. x3ൻ്റെ വാല്യൂ എന്താ? 5. x4ൻ്റെ വാല്യൂ 0. പക്ഷേ ഈ കേസിലോ ഇവിടെയും എഫ് -10 തന്നെയാണ്. x1ൻ്റെ വാല്യൂ 0, x2ൻ്റെ വാല്യൂ 0, പക്ഷേ x3ൻ്റെ വാല്യൂ 4ഉം x4ൻ്റെ വാല്യൂ 1ഉമാണ്. ഇത് രണ്ട് പോയിൻറ്റ്സ് അല്ലേ? പക്ഷേ രണ്ട് കേസിൽ നമുക്ക് എന്താ കിട്ടുന്നത്? f = -10 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒന്ന് കൂടുതൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉള്ളതെന്ന കാര്യം ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. പേഴ്സണലായിട്ട് ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു. സോ അപ്പോൾ അത്രയും മതി. ഞാൻ എന്തായാലും ഇന്നൊരു ക്ലാസ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, ഞാൻ നമ്മൾ ORലൊരു സിംപ്ലക്സ് മൾട്ടിപ്ലയർ എന്നൊരു പോർഷൻ കൂടി ഉണ്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ. അപ്പോൾ അതും കൂടി ഒന്ന് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എക്സാം എന്തായാലും തിങ്കളാഴ്ച ഉണ്ടാവും. അത് സിംപ്ലക്സ് മൾട്ടിപ്ലയറിൻ്റെ പോർഷൻ ഉണ്ടാവില്ല. ഇതുവരെ നമ്മൾ ചെയ്ത ഇത്രയും ഇൻക്ലൂഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. Okay, so that's all for today, and thank you.